ഹായ്, അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ കണ്ടാലോ. ഇന്ന് ഞാൻ കാര്യമായിട്ട് യാൺസ് മേടിക്കാൻ പോവുകയാണേ. ബാംഗ്ലൂരുള്ളവർക്ക് ഈ ഒരു ക്ലിപ്പ് കാണുമ്പോൾ തന്നെ സ്ഥലം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവേ. വഴി അറിയാണ്ട് തപ്പി നടക്കുന്ന സീനാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും വഴി തെറ്റും. കൃത്യമായിട്ട് ഇതിനു മുന്നേ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഉള്ളിലോട്ട് പോകുന്തോറും കടയുടെ വഴിയൊന്നും അറിയാൻ പാടാണ്ട് കുറച്ചധികം കറങ്ങി അവസാനം നമ്മൾ കണ്ടുപിടിച്ചെത്തി. ഇതാണ് നമ്മുടെ ഷോപ്പ്. ഞാൻ ഇതിനു മുമ്പും ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം അഫോർഡബിളായിട്ട് നമുക്ക് ഇവിടെ നിന്ന് യാൺസൊക്കെ കിട്ടുക. ഇവിടെ അത്യാവശ്യം കുറേ കളേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് കോട്ടൺ യാൺ, അക്രിലിക് യാൺ, അതുപോലെ ചങ്കി ആയിട്ടുള്ള യാൺസ്, അങ്ങനെ കുറേ ടൈപ്പ് യാൺസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ മേടിക്കുന്നത് അക്രിലിക് യാണാണ്. അപ്പോൾ ഇവർക്കിത് മാത്രമല്ല, ഒരു വലിയ ഗോഡൗൺ സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്ക് ബൾക്കായിട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാം കേട്ടോ. ഞങ്ങൾ പിന്നെ കമ്പനിയായി. പിന്നെ അവിടെ നിന്ന് മേടിച്ച യാൺസ് വെച്ചിട്ടാണ് ഞാൻ ആ ബാഗ് ഉണ്ടാക്കിയതെന്ന് ഞാൻ അവനോട് പറയുമായിരുന്നേ. അപ്പം ഞാൻ കുറച്ചധികം യാൺസൊക്കെ എടുത്തു. പുള്ളിക്കാരൻ ഫുൾ സപ്പോർട്ട്. എനിക്ക് ചാനലുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഫുൾ സപ്പോർട്ട് നമുക്കെല്ലാം അറിയാവുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചധികം യാൺസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ കളേഴ്സ് കണ്ടപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. മറ്റേ കരിമങ്കാട്ടി ആന കയറിയ അവസ്ഥയായിരുന്നു. ഞാൻ അതെടുക്കുന്നു ഇതെടുക്കുന്നു, മൊത്തം കുറേ ഏതൊക്കെയോ കളർ എടുക്കുന്നു. അങ്ങനെ അവസാനം കുറച്ചധികം കളേഴ്സ് ഞാൻ എടുത്തു. പറഞ്ഞു വരുന്ന CID മൂസിലെ ബിന്ദു പണിക്കയുടെ അവസ്ഥയായിരുന്നു എനിക്ക്. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ അന്തം വിട്ട് പണ്ടാറടങ്ങി ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ കുറേയൊക്കെ വാരിപ്പറക്കി എടുത്ത് കുറേ കളേഴ്സൊക്കെ എടുത്ത്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എല്ലാം ഒരേ കളറായിരുന്നു എടുത്തുകൊണ്ട് വന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഭയങ്കര ആലോചിച്ച് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചൊക്കെ കുറേ കളേഴ്സൊക്കെ നോക്കിയാണ് എടുക്കുന്നത്. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം കുറേ നല്ല കളർ കിട്ടി കേട്ടോ. അപ്പോൾ യാൺസൊക്കെ മേടിച്ച് ഞങ്ങൾ രണ്ടുപേരും 2 ഐസ്ക്രീമൊക്കെ കഴിച്ച് പയ്യെ നടന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. ഫുഡ് കഴിക്കാനായിട്ട് അൽഫാമും കേരള പൊറോട്ടയാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ മേടിച്ച യാൺസൊക്കെ കാണാവേ. ഇത് ഒരു പിങ്ക് കളറിലെ യാണാണ്, ബേബി പിങ്ക്. നമുക്ക് ഇങ്ങനെ ആയിരിക്കും കേട്ടോ യാൺസ് കിട്ടുന്നത്. നമ്മൾ വൈൻഡ് ചെയ്തെടുക്കണം. ഇത് ഫോർത്ത് യാണാണ്. പിന്നെ ഒരു നല്ല മെറൂൺ കളറുണ്ട്. പിന്നെ ഒരു പിസ്ത പച്ച കളറുണ്ട്. ഇതൊരു ബ്ലാക്കാണ് കേട്ടോ. പിന്നെ ഇതൊരു പൗഡർ പിങ്ക് പോലത്തെ കളർ. ക്യാമറയിൽ അത്ര കണ്ട് കളേഴ്സ് ക്ലിയർ ആവുന്നില്ല. ഇത് നല്ലൊരു കോഫി ബ്രൗൺ കളറാണ് കേട്ടോ. ഇതൊക്കെ വെച്ച് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം. ഇതൊരു ബ്രൗൺ ഷെയ്ഡ്, പിന്നെ റെഡ് ഷെയ്ഡ്, പിന്നെ ഒരു വൈറ്റ്, ഓഫ് വൈറ്റ്, അങ്ങനെ കുറച്ചധികം കളേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു ആഷ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഞാൻ മേടിച്ച യാൺസ്. എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് കാണിച്ചു തരാവേ. കുറച്ചധികം ഞാനൊരു 8-9 കളേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വെച്ച് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കുറേയധികം കളേഴ്സ് എടുത്തിട്ടുണ്ട്. എന്താകുമെന്ന് ദൈവത്തിനറിയാം. ഒരു തുടക്കത്തിൻ്റെ ആവേശത്തിൽ എപ്പോഴും ഇതുപോലെ കുറേ മേടിച്ച് കൂട്ടാറുള്ളതാണ്. എനിക്ക് ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ അറിയണമെങ്കിൽ ലൊക്കേഷനിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്ത് തരാവേ. ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി എടുത്തതാണ്. ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് യാൺസ് പർച്ചേസ് ചെയ്തു. റെഡ് കളർ എടുത്തിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് ഗ്രീനും പിങ്കുമാണ്. ബ്ലാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചാണാപ്പച്ച കളർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നല്ലൊരു റോയൽ ബ്ലൂ ആയിരുന്നു. ഇത് കണ്ടിട്ട് എനിക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ടായില്ല. ഇത് ഒരു കോഫി ബ്രൗൺ. ഇതൊരു ജയറാം പച്ച എന്നൊക്കെ പറയുന്ന കളറാണ്. ഈ ക്യാമറ കാണുന്ന കളറല്ല കേട്ടോ. പിന്നെ ഒരു വൈറ്റ് കളർ എടുത്തിട്ടുണ്ടായിരുന്നേ. ലാസ്റ്റായിട്ട് ഒരു പിസ്ത പച്ച കളർ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.